നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. ഇന്ന് നോക്കാൻ പോകുന്നത് LGS, VFA, ബെഫ്കോ, LD മുതലായ പരീക്ഷകൾക്ക് വേണ്ടി 3 ഹോട്ട് ടോപ്പിക്സ് ആണ്. ക്ലാസ്സിൽ ഇരുന്ന് തന്നെ നിങ്ങൾ പഠിച്ചിട്ട് പോകണം. അപ്പൊ ക്ലാസ്സിന്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കേ. നമ്മൾ പ്രീവിയസ് ആയിട്ട് എടുത്തിട്ടുള്ള ക്ലാസ്സുകളിൽ നിന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അത് മറക്കാതെ താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കാം. പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് ഇതിന്റെ PDF നോട്ട് വേണമെന്നുണ്ടെങ്കിൽ യെസ് എന്നും താഴെ കമന്റ് ചെയ്യാമോ? നമ്മുടെ ടെലഗ്രാം ചാനൽ ഞാൻ എന്തായാലും ഇട്ട് തന്നേക്കാം. നിങ്ങൾക്ക് ആ നോട്ട് പ്രിന്റ് എടുക്കോ ഡൗൺലോഡ് ചെയ്യോ എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലെ? പഠിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി പഠിച്ചേക്കാം. കമ്പനി LGS സ്പെഷ്യൽ എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ക്ലാസ്സുകളെല്ലാം ആ പ്ലേലിസ്റ്റിനകത്ത് ഞാൻ ഓർഡറിൽ ഇട്ടിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്താലോ? പിന്നെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കണേ. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇന്നത്തെ ആദ്യത്തെ ടോപ്പിക് പ്രധാനപ്പെട്ട അപര്യാപ്തതാ രോഗങ്ങളാണ്. ഇതില്ലാത്ത ചോദ്യ പേപ്പറുകളില്ല. അതുകൊണ്ട് കൃത്യമായിട്ടും പഠിച്ചു വെച്ചേക്കുക. അപര്യാപ്തതാ രോഗം എന്നാൽ എന്താണ്? ഡെഫിഷ്യൻസി ഡിസീസ്, അതായത് ഒന്നിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെയാണ് അപര്യാപ്തതാ രോഗം അഥവാ ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് കൊടുത്തിരിക്കുന്നത്. ജീവകം എന്നാൽ വൈറ്റമിനുകളുടെ അപര്യാപ്തതാ രോഗം കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലോഹങ്ങൾ, മിനറൽസ് ഇവയുടെയൊക്കെ അപര്യാപ്തതാ രോഗവും കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് വൈറ്റമിനുകളുടെ അപര്യാപ്തതാ രോഗം നോക്കാം. വൈറ്റമിൻ എന്നാൽ ജീവകം. അപ്പൊ ജീവകങ്ങളെ കുറിച്ച് കുറച്ച് പോയിന്റ്സ് പറയട്ടെ. ജീവകങ്ങൾ കണ്ടെത്തിയത് ആരാണ്? ഫ്രെഡറിക് ഹോഫ്കിൻ ആണ് ജീവകങ്ങൾ കണ്ടെത്തിയത്. ജീവകങ്ങൾക്ക് പേര് നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ കാസിമർ ഫങ്ക് ആണ്. ജീവകങ്ങൾ നമ്മുടെ ശരീരത്തിന് അത്യന്താപേക്ഷിതമാണ്. ജീവകങ്ങൾ എങ്ങനെയാ കിട്ടുന്നത്? കൂടുതലും നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെയാണ്. ആഹാരത്തിലൂടെ കിട്ടുന്ന പോഷകം ഏതാണെന്ന് ചോദിച്ചാൽ, ന്യൂട്രിയന്റ് ഏതാണെന്ന് ചോദിച്ചാൽ ജീവകങ്ങൾ തന്നെയാണ്. ജീവകങ്ങളെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. എങ്ങനെയൊക്കെ? ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ എന്നും കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ എന്നും. ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ബിയും സിയുമാണ്. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ADEK. എങ്ങനെ ഓർക്കാം? എടയ്ക്ക് എന്ന് ഓർത്താൽ മതി. ഇടയ്ക്ക് കൊഴുപ്പിൽ ലയിക്കും എന്ന് ഓർത്താൽ മതി. വൈറ്റമിൻ ADEK എന്നിവ കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനുകളാണ്. BC എന്നിവ ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിനുകളാണ്. അപ്പൊ ഡെഫിഷ്യൻസി ഡിസീസിലേക്ക് പോവാം. ജീവകം A1ന്റെ അപര്യാപ്തതാ രോഗമാണ് മാലക്കണ്ണ് അഥവാ നിശാന്തത, നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയും. ജീവകം A2ന്റെ അപര്യാപ്തതാ രോഗമാണ് സിറോഫ്താൽമിയ. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? ജീവകം A എന്നത് കണ്ണിന്റെ ആരോഗ്യത്തിന് ആവശ്യം വേണ്ട ജീവകം ഏതാണ്? ജീവകം A ആണ്. ജീവകം A1ന്റെ അപര്യാപ്തത മൂലം മാലക്കണ്ണ് അഥവാ നിശാന്തത ഉണ്ടാകുന്നു. ജീവകം A2ന്റെ അപര്യാപ്തത മൂലം എന്തുണ്ടാകുന്നു? സിറോഫ്താൽമിയ ഉണ്ടാകുന്നു. അപ്പൊ സിറോഫ്താൽമിയ ബാധിക്കുന്ന അവയവം ഏതാണ്? കണ്ണാണ്. കിട്ടിയല്ലോ. ഇനി ജീവകം B1ന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറി. ഐ കാണ്ട് എന്നറിയപ്പെടുന്ന രോഗമാണ് ഏത്? ബെറി. ജീവകം B3യുടെ അപര്യാപ്തതാ രോഗം ഏതാണ്? പെല്ലഗ്ര ബാധിക്കുന്ന അവയവം ഏതാ? ത്വക്കിനെ ബാധിക്കുന്ന രോഗമാണ് പെല്ലഗ്ര. വൈറ്റമിൻ B3യുടെ അപര്യാപ്തതാ രോഗം. എന്നാൽ പയോറിയ എന്ന രോഗം ബാധിക്കുന്ന അവയവം ഏതാണ്? മോണ. നിങ്ങളോട് ഞാൻ ചോദ്യം ചോദിക്കട്ടെ, താഴെ കമന്റ് ചെയ്യുക. ലോക ഹീമോഫീലിയ ദിനം എന്നാണ്. ഏപ്രിൽ മാസത്തിലെ ഒരു ദിനമാണ്. അതാണ് ക്ലൂ. ലോക ഹീമോഫീലിയ ദിനം എന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യാമോ? എന്താണ് ഹീമോഫീലിയ? ഏത് ജീവകത്തിന്റെ അഭാവം മൂലം അല്ലെങ്കിൽ അപര്യാപ്തത മൂലമാണ് ഹീമോഫീലിയ ഉണ്ടാകുന്നത്? പറയുന്നുണ്ട്. ജീവകം കെയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഹീമോഫീലിയ. രാജകീയ രോഗം, ക്രിസ്മസ് രോഗം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഹീമോഫീലിയയാണ്. രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയാണ് ഹീമോഫീലിയ. ഓക്കെ, ഇനി ബിയിലേക്ക് വന്നാൽ B9ന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. വിളർച്ചയാണ് മെഗാലോബ്ലാസ്റ്റിക് അനീമിയ. B12ന്റെ അപര്യാപ്തത മൂലവും ഒരു അനീമിയാണ് ഉണ്ടാകുന്നത്. ആ അനീമിയാണ് പെർനീഷ്യസ് അനീമിയ. അപ്പൊ B1 ബെറി, B3 പെല്ലഗ്ര, B9 മെഗാലോബ്ലാസ്റ്റിക് അനീമിയ, B12 പെർനീഷ്യസ് അനീമിയ. കിട്ടിയല്ലോ. ഇനി ജീവകം സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? സ്കർവി.
നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമാണ് സ്കർവി. ജീവകം സിയുടെ അപര്യാപ്തത മൂലമാണ് ഉണ്ടാകുന്നത്. ചൂടാക്കുമ്പോൾ നഷ്ടപ്പെടുന്ന ജീവകം ഏത്? സി. മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന ജീവകം ഏത്? സി. യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന ജീവകം ഏതാണ്? ജീവകം സി ആണ്. ഇനി ജീവകം ഡി, എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകമാണ് ജീവകം ഡി. ജീവകം ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം നിരവധി തവണ ചോദിച്ചിട്ടുണ്ട്. കണ എന്ന് തരും, അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന് തരും. കണ അഥവാ റിക്കറ്റ്സ് ആണ്. ഈ എല്ലുകൾ വളഞ്ഞു പോകുന്ന അവസ്ഥയാണ് ജീവകം ഡിയുടെ അപര്യാപ്തത മൂലം. ജീവകം ഡി ആണ് എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകം. അപ്പൊ അത് കുറയുമ്പോൾ, ജീവകം ഡി കുറയുമ്പോൾ കണാരോഗം ഉണ്ടാകുന്നു. ഓക്കെ. ജീവകം ഇ, ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ജീവകം ഇ ആണ്. ജീവകം ഇയുടെ അപര്യാപ്തത മൂലമാണ് എന്തുണ്ടാകുന്നത്? വന്ധ്യത ഉണ്ടാകുന്നത്. വന്ധ്യത. ഓക്കെ, കിട്ടിയല്ലോ? ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ? കിട്ടിയെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാമോ? ഓക്കെ, അടുത്തയിലേക്ക് പോകാം. അതിനു മുന്നേ നമ്മുടെ LDC ബാച്ചിന്റെ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ LDC ബാച്ചിലേക്ക് ഹർഷിതം എഡ്യൂടെക് ആപ്പിലാണ് ക്ലാസ് നടക്കുന്നത്. LDC ബാച്ചിൽ കുറച്ചു പേർക്ക് ഒന്നും ജോയിൻ ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു, അഡ്മിഷൻ കഴിഞ്ഞു പോയിരുന്നു എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ ഒരു 50 സീറ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ചോദിച്ചവർക്കും അതുപോലെ ഇത് അറിയാത്തവർക്കും ഒക്കെ വേണ്ടിയിട്ട് 50 സീറ്റും കൂടി നമ്മുടെ LDC ബാച്ചിൽ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഫുൾ സിലബസ് കവറേജ് ക്ലാസ്സുകളാണ്. എന്റെ ഗൈഡൻസോട് കൂടി പോകുന്ന ബാച്ചാണ്. ഞാൻ സർക്കാർ ജോലി നേടിയ വഴികളിലൂടെ നിങ്ങളെയും നയിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ബാച്ചാണ്. പ്രിന്റ് എടുക്കാൻ പറ്റുന്ന PDF നോട്ട് ഉൾപ്പെടെയാണ് ഞാൻ ബാച്ച് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 2027 ഡിസംബർ വരെ വാലിഡിറ്റി ഉള്ള കോഴ്സാണ്. തിങ്കൾ മുതൽ വെള്ളി വരെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള പോർഷൻസ് വരുന്നത്. ശനിയും ഞായറും റിവിഷൻ ആയിരിക്കും, ഞായറാഴ്ച പരീക്ഷ. മന്ത്ലി എക്സാമും ഉണ്ട്, അതുപോലെ ഓരോ ആഴ്ചയും പരീക്ഷയുണ്ട്. ഇത്രയും പരീക്ഷകൾ എഴുതി ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു ദൃഢനിശ്ചയത്തോടെ ആയിരിക്കും നിങ്ങൾ നിങ്ങളുടെ LDC മെയിൻസ് എക്സാം എഴുതാൻ പോകുന്നത്. അങ്ങനെ ഞാൻ നിങ്ങളെ വിടത്തുള്ളൂ. പിന്നെ ഫുൾ സിലബസ് കവറേജ് എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ ടോപ്പിക്സ് ഉൾപ്പെടെയാണ്. മാത്സ്, മെന്റബിലിറ്റി, ഇംഗ്ലീഷ്, മലയാളം, IT, GK എല്ലാം ഉണ്ടായിരിക്കും. സയൻസ് എല്ലാം ഉണ്ടായിരിക്കും. അഡീഷണൽ ആയിട്ട് ഷോർട്ട് കറന്റ് അഫയേഴ്സും മന്ത്ലി കറന്റ് അഫയേഴ്സും BSc പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സിന്റെ ഡിസ്കഷനും പഴയ SCRTയും പുതിയ SCRTയും ആവശ്യമുള്ള NCERT ചാപ്റ്റേഴ്സും ഒക്കെ ഉണ്ടായിരിക്കും. 2027 ഡിസംബർ വരെ നിങ്ങൾക്ക് വാലിഡിറ്റി ഉണ്ടായിരിക്കും. ഏകദേശം ഒരു 1.25 വർഷത്തോളം നിങ്ങൾക്ക് വാലിഡിറ്റി ഉണ്ടായിരിക്കും. അപ്പൊ ഈ 2026ലും 27ലും നടക്കുന്ന ഏത് പരീക്ഷയായാലും ഈ ഒരു ബാച്ച് നിങ്ങൾ എടുത്താൽ മതി. ഓക്കെ, അപ്പൊ അത്രയ്ക്കും നന്നായിട്ട് കൊണ്ടുപോകുന്ന ബാച്ചാണ്. എത്രയും വേഗം തന്നെ കയറി ജോയിൻ ചെയ്തോളാം. നമ്മളെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുള്ള കുട്ടികളുടെ അടുത്ത് ചോദിച്ചാൽ മതി, എങ്ങനെയാണ് ഞാൻ ക്ലാസ് എടുത്തു തരുന്നത്, എങ്ങനെയാണ് നിങ്ങളെ പഠിപ്പിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത് എന്ന് അവർ പറഞ്ഞു തരും. ഓക്കെ, ഹർഷിതം എഡ്യൂടെക് ആപ്പ് ഐഫോണിലും ആൻഡ്രോയിഡ് ഫോണിലും കമ്പ്യൂട്ടറിലും യൂസ് ചെയ്യാൻ പറ്റും. ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റ് കൊടുത്തേക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ടെക്നിക്കൽ ടീമിന്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാം കേട്ടോ. വാട്സാപ്പിൽ അവരെ മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തന്നോളും. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കയറി ജോയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, സ്റ്റോർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കോഴ്സ് കാണാം, പർച്ചേസ് ചെയ്യുക. 2 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഫീസ് അടയ്ക്കാനും പറ്റും കേട്ടോ. LDC മാത്രമല്ല, LGS സ്റ്റാർട്ട് ആയിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പൊ അതിലും അഡ്മിഷൻ ഓപ്പൺ ആണ്, ജോയിൻ ചെയ്യാവുന്നതാണ്. 50 സീറ്റ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇത്രയും വേഗം തന്നെ LDCയിൽ ജോയിൻ ചെയ്തോണേ, ജോയിൻ ചെയ്യാത്തവരെ. അടുത്തയിലേക്ക് പോകാം. അടുത്തത് കുറച്ച് ലോഹങ്ങളും ധാതുക്കളും ഒക്കെയാണ്. അതിന്റെ അപര്യാപ്തത രോഗമാണ് നോക്കാൻ പോകുന്നത്. മാംസ്യം. എന്താണ് മാംസ്യം? പ്രോട്ടീൻ ആണ്. പ്രോട്ടീന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് കോഷിയോർക്കർ, അതുപോലെ മരാസ്മസ്. വിശപ്പിന്റെ രോഗം എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്? മരാസ്മസ് ആണ്. മാംസ്യത്തിന്റെ കുറവ് മൂലമാണ് ഉണ്ടാകുന്നത്. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഏതാണ്? അയൺ ആണ്. അപ്പൊ അയൺ അടങ്ങിയ ഫുഡ് ഐറ്റംസ് കൂടുതലായിട്ടും കഴിക്കണം, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? വിളർച്ച അഥവാ അനീമിയ രോഗം ഉണ്ടാകും. അപ്പൊ അനീമിയ ഹീമോഗ്ലോബിന്റെ അപര്യാപ്തത രോഗമാണെന്ന് മനസ്സിലാക്കുക. ഇരുമ്പ് ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഇരുമ്പല്ലേ. അപ്പൊ ഇരുമ്പിന്റെ അപര്യാപ്തത മൂലവും ഏതാണ് ഉണ്ടാകുന്നത്? അനീമിയാണ് ഉണ്ടാകുന്നത്. തൈറോയിഡ് ഗ്രന്ഥി, തൈറോക്സിൻ ഹോർമോണിന്റെ അപര്യാപ്തത മൂലം ഗോയിറ്റർ, തൊണ്ടയിൽ വീക്കം ഉണ്ടാവുന്നു. ഗോയിറ്റർ തൈറോക്സിന്റെ അഭാവം മൂലമാണ് ഉണ്ടാകുന്നത്. അയഡിൻ, അയഡിന്റെ അഭാവം മൂലവും എന്താ ഉണ്ടാകുന്നത്? ഗോയിറ്റർ ആണ് ഉണ്ടാകുന്നത്. മെലാനിൻ എന്ന പിഗ്മെന്റ്, മെലാനിന്റെ കുറവ് മൂലമാണ് വെള്ളപ്പാണ്ടുണ്ടാകുന്നത്. വെള്ളപ്പാണ്ട്. സൊമാറ്റോട്രോപ്പിൻ എന്നാൽ ഗ്രോത്ത് ഹോർമോൺ അഥവാ വളർച്ചാ ഹോർമോൺ. ഇത് കുറയുമ്പോൾ വാമനത്വം ഉണ്ടാകുന്നു. അപര്യാപ്തത മൂലം വാമനത്വം കൂടുമ്പോഴോ ജൈജാൻഡിസം, ഭീമാകാരത്വം ഉണ്ടാകുന്നു. ഇൻസുലിന്റെ കുറവ് മൂലമാണ് ഡയബറ്റീസ്
മെലിറ്റസ് ഉണ്ടാകുന്നത് വാസോപ്രസിൻ അഥവാ ADH ഹോർമോൺ, ആന്റി ഡയബറ്റിക് ഹോർമോണിന്റെ അപര്യാപ്തത മൂലമാണ്. ഡയബറ്റിക് ഇൻസിപ്പിഡസ്, ഇതാണ് മൂത്രത്തിൽ ഷുഗർ എന്ന് പറയത്തില്ല, അതാണ് ഡയബറ്റിക് ഇൻസിപ്പിഡസ്. എപ്പോഴും മൂത്രം ഒഴിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ഡയബറ്റിക് മെലിറ്റസ് എന്ന് പറയുമ്പോഴത്തേക്കും ബ്ലഡിലെ ഷുഗർ ആണ്. അപ്പൊ കിട്ടിയല്ലോ, പറഞ്ഞ എല്ലാ പോയിന്റ്സും കിട്ടിയല്ലോ. മാംസ്യം കിട്ടി, ഹീമോഗ്ലോബിൻ, ഇരുമ്പ്, തൈറോക്സിൻ, അയഡിൻ, ദെൻ മെലാനിൻ, സൊമാറ്റോട്രോപ്പിൻ, ഇൻസുലിൻ, വാസോപ്രസിൻ. ഓക്കെ, അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. അടുത്തത് കുറച്ച് ഡേയ്സ് ആണ്. അപ്പൊ ഞാൻ ഇന്ന് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്തിട്ടുണ്ടോ? കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെരി ഗുഡ്, കറക്റ്റ് ആയിട്ടുള്ള ഉത്തരവാണ്. ഓക്കെ, അപ്പൊ കുറച്ച് ഡേയ്സ് നോക്കാം. ഓട്ടിസം അവബോധ ദിനം എന്ന് ഏപ്രിൽ മാസത്തിൽ തന്നെ കുറെ ദിനങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഓട്ടിസം അവബോധ ദിനം ഏപ്രിൽ 2 ലോക ആരോഗ്യ ദിനം ഏപ്രിൽ മാസം 7. എല്ലാവർക്കും അറിയായിരിക്കും, എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനം. പാർക്കിൻസൺസ് ദിനം എന്നാണ്? ഏപ്രിൽ 11. ഏപ്രിൽ 11 പാർക്കിൻസൺസ് ദിനം. പാർക്കിൻസൺസ് ദിനം. ഹീമോഫീലിയ ദിനം, ഇതല്ലേ ഞാൻ ചോദിച്ചത്? ഏപ്രിൽ 17. കറക്റ്റ്, ഏപ്രിൽ 17 ലോക ഹീമോഫീലിയ ദിനം. ലോക മലേറിയ ദിനം എന്നാണ്? ഏപ്രിൽ 25. ഇത് ആരോഗ്യവുമായി ബന്ധപ്പെട്ട ദിനങ്ങളാണ്. ആരോഗ്യവുമായി ഇതിലും ഇടയ്ക്ക് കുറച്ച് ദിനങ്ങളൊക്കെ വേറെ എക്സ്ട്രാ വരുന്നുണ്ട്, പക്ഷെ ഞാൻ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ദിനങ്ങളാണ് ആഡ് ചെയ്തേക്കുന്നത്. ഏപ്രിൽ 22 എന്തുകൊണ്ട് ആഡ് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ അത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ലോക ഭൗമ ദിനം അല്ലെ. ഇത് നമ്മൾ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ദിനങ്ങളാണ്. ലോക മലേറിയ ദിനം എന്നാണ്? ഏപ്രിൽ 25. ഏപ്രിൽ 25. അപ്പൊ പറഞ്ഞേ, ഓട്ടിസം അവബോധ ദിനം എന്ന് ഏപ്രിൽ 2, ലോക ആരോഗ്യ ദിനം എന്ന് ഏപ്രിൽ 7, പാർക്കിൻസൺസ് ഡേ എന്ന ഏപ്രിൽ 11, ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17, ലോക മലേറിയ ദിനം ഏപ്രിൽ 25. ഏതെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ ഇവിടുന്ന് കിട്ടും കേട്ടോ. ലോക തൈറോയിഡ് ദിനം, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഏപ്രിൽ 25 ലോക മലേറിയ ആണെങ്കിൽ മെയ് 25 ലോക തൈറോയിഡ് ദിനം. മെയ് 25. മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമാണ്. പുകയില വിരുദ്ധ ദിനം മെയ് 31. മെയ് 31 പഠിച്ചോ. ഇനി ജൂണിൽ ഒറ്റൊരു ദിനം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ജൂൺ 14. അത് ലോക രക്തദാന ദിനമാണ്. ലോക രക്തദാന ദിനം എന്നാണ്? ജൂൺ 14. ഇനി ഡോക്ടേഴ്സ് ഡേ ജൂലൈ 1 ഡോക്ടേഴ്സ് ദിനം. എഞ്ചിനീയേഴ്സ് ഡേ എന്ന അറിയാവോ? താഴെ ഒന്ന് കമന്റ് ചെയ്യൂ. എഞ്ചിനീയേഴ്സ് ഡേ എന്നാണ്. ഡോക്ടേഴ്സ് ഡേ ജൂലൈ 1 ആണെങ്കിൽ എഞ്ചിനീയേഴ്സ് ഡേ എന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യൂ. ലോക ജനസംഖ്യാ ദിനം എപ്പോഴും ചോദിക്കാറുണ്ട്. ജൂലൈ മാസം 11. ഇതിന്റെ പ്രത്യേകത എന്താ? ലോക ജനസംഖ്യ 500 കോടിയിലെത്തിയ ഡേറ്റ് ആണ് മാസം 11. ഹെപ്പറ്റൈറ്റിസ് ദിനം എന്ന ജൂലൈ 28. അപ്പൊ ജൂലൈയില് 3 ദിനങ്ങൾ നോക്കുക. ജൂലൈ 1 ദേശീയ ഡോക്ടേഴ്സ് ദിനം, ലോക ജനസംഖ്യാ ദിനം ജൂലൈ 11, ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം എന്നാണ്? ജൂലൈ മാസം 28. ഓക്കെ, അടുത്തത് കുറച്ച് സ്ഥാപനങ്ങളും അതിന്റെ ആസ്ഥാനങ്ങളുമാണ് നോക്കുന്നത്. അപ്പൊ ഡേയ്സ് കിട്ടി, അപര്യാപ്തത രോഗം കിട്ടിയോ? ഇനി കുറച്ച് സ്ഥാപനങ്ങളും അതിന്റെ ആസ്ഥാനങ്ങളും. ആദ്യത്തേത് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിയിലാണ്. കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിയിലാണ് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. കാർഷിക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മണ്ണുത്തിയിലാണ് കാർഷിക ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ആരോമാറ്റിക് ആൻഡ് ഔഷധ സസ്യ ഗവേഷണ കേന്ദ്രം, അതായത് പുൽത്തൈല ഗവേഷണ കേന്ദ്രം, അതാണ് ഓടക്കാലിയിലാണ് പുൽത്തൈല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഫാമിംഗ് സിസ്റ്റംസ് റിസർച്ച് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് കൊട്ടാരക്കരയിലെ സദാനന്ദപുരത്താണ്. കേരള സോയിൽ മ്യൂസിയം, മണ്ണ് മ്യൂസിയം എവിടെ സ്ഥിതി ചെയ്യുന്നു? തിരുവനന്തപുരം ജില്ലയിലെ പാറോട്ടുകോണം. എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമല്ലേ? തിരുവനന്തപുരം ജില്ലയിലെ പാറോട്ടുകോണത്താണ് മണ്ണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം കിട്ടിയോ? റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കോട്ടയം. പുതുപ്പള്ളിയിലാണ്. കാർഷിക ഗവേഷണ കേന്ദ്രം മണ്ണുത്തിയിലാണ്. തൃശൂർ. ആരോമാറ്റിക് ആൻഡ് ഔഷധ സസ്യ ഗവേഷണ കേന്ദ്രം ഓടക്കാലിയിലാണ്. ഫാമിംഗ് സിസ്റ്റംസ് റിസർച്ച് സ്റ്റേഷൻ സദാനന്ദപുരം കൊട്ടാരക്കര. സോയിൽ മ്യൂസിയം പാറോട്ടുകോണം തിരുവനന്തപുരം. അഗ്രോണമിക് റിസർച്ച് സ്റ്റേഷൻ എവിടെയാണ്? ചാലക്കുടിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അഗ്രോണമിക് റിസർച്ച് സ്റ്റേഷൻ. ഇനി അടുത്തത് വളരെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഉള്ള സാധനമാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് പീച്ചി. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? തൃശൂർ ജില്ലയിലെ പീച്ചി. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എവിടെയാണ്? കൊച്ചിയിലാണ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി. സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടും എവിടെ തന്നെയാണ്? കൊച്ചി. അപ്പൊ ഫിഷറീസും മറൈനും കൊച്ചിയിൽ തന്നെയാണ്. ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം റിസർച്ച് സ്റ്റേഷൻ
IFSRS ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം റിസർച്ച് സ്റ്റേഷൻ എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ കരമന. അപ്പൊ തിരുവനന്തപുരം ജില്ലയിലെ 2 പറഞ്ഞു. ഏതൊക്കെയാ? പാറോട്ടുകോണം സോയിൽ മ്യൂസിയം പറഞ്ഞു, ഇന്റഗ്രേറ്റഡ് ഫാമിംഗ് സിസ്റ്റം റിസർച്ച് സ്റ്റേഷൻ പറഞ്ഞു, കരമന. ഓക്കെ, അപ്പൊ ഇത്രയും ഫാക്ട്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. ക്ലാസ് ഇരുന്ന് തന്നെ നിങ്ങൾ പഠിച്ചേ. ലോക തൈറോയ്ഡ് ദിനം എന്നാ മെയ് 25. ഓക്കെ, അപ്പൊ സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മുടെ LDC കോഴ്സിന്റെ കാര്യം മറക്കണ്ട. അതുപോലെ LGSന്റെ ബാച്ചിലേക്കുള്ള അഡ്മിഷനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്മിഷൻ ഓപ്പൺ ആണ്. ഇത്രയും വേഗം തന്നെ നിങ്ങൾക്ക് കയറി ജോയിൻ ചെയ്യാവുന്നതാണ്. അഡ്മിഷൻ തീരുന്നതിന് മുന്നേ കയറി സീറ്റ് എടുക്കാവുന്നതാണ്. അപ്പോ ഇത്രയേ ഉള്ളൂ. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ഗോഡ് ബ്ലസ് യു ഓൾ. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.